ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നതും ചെയ്യുന്നതുമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഞാനൊരു ഗ്ലൂ ഗണ്ണാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ ഉപയോഗിക്കാമെന്നും അതിൻ്റെ വില എത്രയാണെന്നും പിന്നെ എവിടെ നിന്നാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുകയെന്നും ഒക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഇതാ ഇതിൻ്റെ നോസിൽ, ഇതിൽ കൂടിയാണ് പശ വരുന്നത് കേട്ടോ, നോസിൽ. പിന്നെ ഇത് സ്റ്റാൻഡ്, നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്. പിന്നെ ഈ ഭാഗം ഇതാണ് ഇതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഫീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗ്ലൂവിൻ്റെ സ്റ്റിക്സ് ഇതിനകത്ത് കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ഇത് ഉരുകിയിട്ടാണ് ഇത് കൂടെ പശ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗമാണ് ഇതിൻ്റെ ട്രിഗർ. അങ്ങനെ ഗണ്ണ് പോലെ ഉണ്ടോ ട്രിഗർ. പിന്നെ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു പവർ LED കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോഡ്. ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ. പിന്നെ ഇതാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്സ്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഗ്ലൂ സ്റ്റിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഫീഡിലോട്ട് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് പവറിൽ കുത്തണം. അതാ ഞാനിവിടെ ഒരു എക്സ്റ്റൻഷൻ കോഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഓൺ ബട്ടൺ കേട്ടോ, ഓണായി. ഇനി ഈ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി ഇതിൽ കൂടെ പശയായിട്ട് വരണം, ഇതിൽ കൂടെ. അപ്പോൾ അതിന് ഒരു കുറച്ച് സമയം എടുക്കും. ഇത് വന്നു തുടങ്ങി കേട്ടോ, കണ്ടോ, ഇതുപോലെ പശയായിട്ട് വന്നുകൊണ്ടിരിക്കും ഗ്ലൂ സ്റ്റിക്സ്. ഇത് ചൂടായിട്ടുണ്ട് ഈ ഭാഗം. അപ്പോൾ ഇതാ ഇവിടെയും ചൂടായിരിക്കും കേട്ടോ, ഇവിടെ തൊടുകയൊന്നും ചെയ്യരുത്, ഇവിടെ ചൂടായിരിക്കും. ഇതിൽ കൂടെ പശ വരുന്നത് കണ്ടോ, കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം നമ്മൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം മുട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ, ഒരു യൂപിന്നിൽ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ലോക്കറ്റാണ് കേട്ടോ, മാലയുടെ ലോക്കറ്റാണ്. ഇത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ, കണ്ടല്ലേ? നമുക്കപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കണം നോക്കാം. കണ്ടോ, ഇത് വരണ കണ്ടോ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, ട്രിഗറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ വന്നു. അപ്പോൾ ഈ ഭാഗം ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒട്ടിക്കാനുള്ളത് അത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇത് ഒട്ടുള്ളൂ. കണ്ടോ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് പോലുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്കിത് തെറ്റയാണ് ഒട്ടിച്ചതെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതാ കണ്ടില്ലേ, ഈ ഭാഗവും പോരും. ഇവിടെ നീറ്റായി ക്ലീനായി കണ്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് 180 രൂപയാണ് വന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു 10 സ്റ്റിക്സ് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഈ സ്റ്റിക്സിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പല സൈസ് ഉണ്ട് കേട്ടോ. ഇത് 7mm ആണ്. 7mm ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലൂ ഗൺ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്റ്റിക്കിൻ്റെ സൈസ് എപ്പോഴും ഓർത്ത് വയ്ക്കണം. എന്നാലാണ് നമുക്ക് അടുത്ത പ്രാവശ്യം ഈ സ്റ്റിക്സ് മേടിക്കുമ്പോൾ സൈസ് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സൈസല്ല നമ്മൾ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് ഫിറ്റ് ആവില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഈ ഭാഗം, അതായത് ഇതിൻ്റെ നോസിൽ കുറച്ച് ചൂട് കൂടുതലുള്ള ഭാഗമാണ്. അപ്പം അതിലത്തൊന്നും വന്ന് തൊട്ട് കൈ പൊള്ളിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോഴും ഇതിൻ്റെ ചൂട് പോയിട്ടില്ല കേട്ടോ. ഇതിന് പല റേറ്റിലുണ്ട്. ഇത് 180 രൂപയാണെങ്കിലും 180 തുടങ്ങി ഒരു 500,
600 ആ റേറ്റിൽ വരെ ഗ്ലൂ ഗൺ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്, വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ എന്നാൽ അവിടെ ആകുമ്പോൾ കുറച്ച് ഒരു 200 300 ആ റേറ്റിൽ വരും, ചെറുത് തന്നെ. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് അത്ര റേറ്റ് വരില്ല, കടയിൽ മേടിക്കുന്നേക്കാളും കുറവ് റേറ്റേ വരുള്ളൂ. അപ്പം നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.